RSS നിയമവിരുദ്ധമായിട്ടോ രാജ്യത്ത് പ്രവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിലോ പ്രവർത്തിക്കുന്ന സംഘടനയാണോ സർ? ഒരിക്കലും അല്ല. എന്താ അങ്ങനെ ഒരു സംശയം ഇപ്പോൾ? അതായത് നമ്മുടെ VC-മാർ അതിൻ്റെ RSSൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിലക്കാൻ അവരെന്തോ മഹാപരാധം ചെയ്തു എന്ന നിലയ്ക്കാണ് ഈ സതീശൻ കിടന്ന് വലിയ പ്രശ്നമുണ്ടാക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ തന്നെ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. എന്നിട്ടും അറിഞ്ഞുകൂടാതെ അല്ല ഇത് പറയുന്നത്, ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ VC-മാർ പങ്കെടുത്താൽ എന്താണ് കുഴപ്പം? രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളൊന്നും രാജ്യവിരുദ്ധ പ്രവർത്തനമൊന്നും അല്ല അവർ നടത്തിയിരിക്കുന്നത്. രാജ്യത്തിനെ അങ്ങേയറ്റം ആദരിക്കുന്നവരുടെ പരിപാടിയിലാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ അജണ്ട എന്താണ്? എൻ്റെ അജണ്ട സിമ്പിളല്ലേ, രാജ്യവിരുദ്ധ ശക്തികളെ സന്തോഷിപ്പിക്കുക. അദ്ദേഹം മുഖ്യമന്ത്രി ആയതങ്ങനെ. ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെയുള്ള സംഘടനകളുടെ സപ്പോർട്ടും ഉണ്ടല്ലേ, അവർ കോൺഗ്രസ്സിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടല്ലേ. അതുപോലെ ഇന്ത്യ സ്വന്തം പാർട്ടിയുടെ പേരിൽ പോലും മതം വെച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും കൂടി പിന്തുണ കൊണ്ടല്ലേ ഈ മനുഷ്യ മുഖ്യമന്ത്രിയാവുന്നത്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനെപ്പറ്റി അറിയാഞ്ഞിട്ടല്ല. RSS എന്താണെന്ന് അറിയാത്തൊരു ലോകത്ത് ഏത് കൊച്ചുകുട്ടി പോലും ഉണ്ടാവില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് RSS ഏറ്റവും വലിയ രാജ്യസ്നേഹികളുടെ സംഘടനയാണ്. രാജ്യത്തിനപ്പുറം ഒന്നുമില്ല. ഇന്നലെ തന്നെ ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞത് നമുക്ക് രാജ്യമാണ് ഏറ്റവും വലുതെന്നാണ്. അതിനേക്കാൾ കവിഞ്ഞ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടനയുടെ പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല. ആ തരത്തിലുള്ള എലീറ്റായുള്ള ആൾക്കാർ RSS എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 98-99 എനിക്ക് 98-ലാന്ന് തോന്നുന്നു, അന്നത്തെ സത്സംഗചാലക് പ്രൊഫസർ രാജേന്ദ്ര സിംഗ് അദ്ദേഹത്തിനെ കാണാനായിട്ട് കുറേ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക്. അന്ന് ഇതേപോലെ മുലായം സിംഗ് യാദവൊക്കെ കിടന്നതൊക്കെ എന്തൊക്കെ പറയണ്ടായിരുന്നു. അവരെന്തിനാങ്ങനെ ഭയപ്പെടുന്നത്? നിയമവിരുദ്ധമല്ലാത്ത നിയമവിധേയമായി പ്രവർത്തിക്കുന്ന രാജ്യത്തിനൊരു ആപത്ത് വരുമ്പോൾ എപ്പോഴും ഓടി വരുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിച്ചാൽ എന്താ പ്രശ്നം? അതിൽ വന്നാലും എന്താ പ്രശ്നം? ഇവർ പ്രവർത്തിച്ചില്ലല്ലോ, കേൾക്കാൻ വന്നതല്ലേ. അപ്പോൾ അവർ കേൾക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞാൽ ഫാസിസമല്ലേ? അത് ഏത് സംഘടനയുടെയും ഏത് ഐഡിയോളജിയെ പറ്റിയിട്ടും ഇവിടുത്തെ ആർക്കും കേൾക്കാനുള്ള അവകാശമുണ്ട്. അവരിവിടുത്തെ പൗരന്മാർ തന്നെയാണ്. അവർ വൈസ് ചാൻസലർമാരാണെങ്കിൽ അവർ പൗരന്മാർ തന്നെയാണ്. അവർ ക്ഷണിക്കപ്പെട്ടിട്ട് അവിടെ വന്നവരാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു അവർ. അതിൽ സതീശന് വിഷമമുണ്ടെങ്കിൽ സതീശൻ്റെ വിഷമം ഇത് തന്നെയാണ്. സതീശൻ്റെ യജമാനന്മാർ വേറെ, നേരത്തെ പറഞ്ഞ ആൾക്കാരാണ്. ഈ യജമാനന്മാരെ സന്തോഷിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പറയണ്ടേ? ഇപ്പോൾ തന്നെ എല്ലാവരും പറയുന്നു ഈ സതീശൻ 2 കൊല്ലം തയ്ച്ചു കഴിഞ്ഞാൽ ഭാഗ്യമാണെന്ന്. അപ്പോൾ ആ ഒരു ഭയം കൂടി ഉള്ളതുകൊണ്ട് ഇവരുടെ പിന്തുണ എത്രത്തോളം കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേടിയുള്ള ഒരാൾക്കാരാണ് CPM-കാരെയും കൂടി സന്തോഷിപ്പിക്കണം. ഇവർ പരിപാടിക്ക് വന്നല്ലേ ഉള്ളൂ. ഡോക്ടർ ഇക്ബാൽ വൈസ് ചാൻസലറായിരുന്നു MG യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സംഭവം എന്താ? യൂണിവേഴ്സിറ്റിയിൽ CPM ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ഞാൻ അതിൽ അംഗമായിരുന്നു. അദ്ദേഹം പറഞ്ഞാണ്. അന്ന് ആ കാലത്തൊക്കെ അത് TV വന്നിരുന്ന് ചർച്ചയായിരുന്നു ആ സംഭവം. അപ്പോൾ ഇവരങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇവർ RSSൻ്റെ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. അവർ പരിപാടി കേൾക്കാൻ വന്നവരല്ലേ. സതീശൻ സ്വന്തം യജമാനന്മാരെ മുതലാളിമാരെ ഭയപ്പെടുന്നതുകൊണ്ടാണ്. സതീശൻ്റെ മുതലാളിമാർ കോൺഗ്രസ് അല്ല. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വാദ്രയൊന്നും അല്ല അയാളുടെ മുതലാളിമാരിരിക്കുന്നത് വേറെ സ്ഥലത്താണ്. അതായത് ഈ സതീശനെ മുഖ്യമന്ത്രിയാക്കില്ല എന്ന് കണ്ട് KC വേണുഗോപാൽ എങ്ങാനും ആകുമോ എന്ന് ഭയന്നപ്പോൾ ആർക്കാണ് ഭയമുണ്ടായതെന്ന് നമ്മൾ അറിഞ്ഞതാണ്. അവർ നേരെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് ഇനി വയനാട്ടിൽ നിന്നാൽ ജയിക്കില്ല എന്ന്. അപ്പോൾ ഈ പറയുന്ന പാണക്കാട് തങ്ങന്മാരെ ഭയന്നിട്ടാണ്, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് ഈ സർക്കാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ്. യാതൊരു സംശയമില്ലല്ലോ. കാരണം അന്ന് KC വേണുഗോപാൽ വരുമെന്ന് ഏകദേശം ഒരു ഏകദേശം അങ്ങനെ ഒരു ഉറപ്പ് വരുന്നൊരു ഘട്ടം വന്നു. കാരണം കോൺഗ്രസിൻ്റെ ഫസ്റ്റ് ഫാമിലി ആണല്ലോ, എന്താ നമ്പർ 10 ജൻപത് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് പറയുന്ന ഫത്ത് പുറപ്പെടുവിച്ചാൽ അതാണല്ലോ കേൾക്കേണ്ടത് കോൺഗ്രസ്. പക്ഷേ അവരുടെ ഫത്വ KC വേണുഗോപാലിന് അനുകൂലമായിരുന്നു. ആ സമയത്ത് ഇവർ പാണക്കാട് നിന്ന് തന്നെയായിരുന്നു ആ സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ചത്. ഇനി പ്രിയങ്കയ്ക്ക്
വയനാട്ടിൽ നിന്ന് ജയിക്കാൻ പറ്റുമെന്നുള്ളത് കാണാമെന്ന് പേടിച്ചു പോയി. അപ്പം അതേപോലെ അത്തരം ആൾക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് സതീശൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. സതീശന് കാലാവധി തയ്ക്കണമെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ പിന്തുണ ഉണ്ടായി പറ്റൂ. അല്ലെങ്കിൽ സതീശൻ ഇന്നത്തെ നിലയ്ക്ക് അല്ല, സതീശൻ തെളിയിച്ചു കഴിഞ്ഞു ഒരു നല്ല CM അല്ല എന്നുള്ളത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളുണ്ടായ കാര്യം, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്പെഷ്യൽ സെക്രട്ടറി, പേഴ്സണൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, എന്താ ഇവർക്ക് പല പേരുകളുണ്ടാക്കും, ഒന്ന് തന്നെയാണ് പല പേര് പറഞ്ഞാലും. അപ്പോൾ അതിൽ പറ്റൊരാൾ മന്ത്രിയുടെ സ്വന്തം അളിയൻ, അതിന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പാർട്ടി പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് അതുണ്ട് എന്നൊക്കെ പറഞ്ഞത്. എത്ര ദിവസമായാലും രാജിവെക്കായിരുന്നു. മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി യഥാർത്ഥ പവറുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ ഒറ്റ ടെലിഫോൺ കോൾ പോരെ, ആൾ പോവില്ലേ? അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതാ ശബരിമലയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലിനെ ദേവസ്വം ബോർഡിൻ്റെ വക്കീലാക്കി വയ്ക്കുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് ഹീ ഡസൻറ്റ് ഹാവ് എനി കൺട്രോൾ. ഗവൺമെൻറ് ഇങ്ങനെ പോവുകയാണ്. ആര് നിയമിച്ചു എന്ന് അറിയില്ല. അപ്പോൾ മുരളീധരൻ മുരളീധരനല്ല നിയമിച്ചതെന്നാണ് നിയമവകുപ്പാണെങ്കിൽ സതീശൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ നിലയ്ക്കാണ് പോകുന്നത്. അതുപോലെ ആഭ്യന്തരമന്ത്രിക്ക് നിയന്ത്രണമില്ല പോലീസിൻ്റെ മേലെ, അതാണ് സുഗതൻ്റെ അറസ്റ്റ് എന്നൊക്കെ മനസ്സിലായി തിരുവനന്തപുരത്ത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു കുത്തഴിഞ്ഞ ഭരണ സംവിധാനമാണുള്ളത്. അപ്പോൾ അതിനെ മറച്ചു വയ്ക്കാനും സ്വന്തം യജമാനന്മാരെ തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു 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 നാണംകെട്ട ഏർപ്പാടായിട്ട് അതിനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡോക്ടർ മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞാൽ ആരാ? RSSൻ്റെ സർസംഘാരം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും എല്ലാം ആദരിക്കുന്ന ആളാണ്. അവരെല്ലാം ഈ സംഘടനയുടെ ഒരു അംഗമെന്നാവുന്നതിൽ അഭിമാനിക്കുന്നവരാണ്. ആ സംഘടനയുടെ പരമോന്നതനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിനെ കാണാൻ പോയാൽ എന്താ തെറ്റുള്ളത്? ഈ സതീശനും RSS സംഘടിപ്പിച്ച പരിപാടിയിലെ ഗുരുജി ഗോൾവാൾക്കറുടെയും ഡോക്ടർ ഹെഡ്ഗവാറിൻ്റെയും ഭാരതമാതാവിൻ്റെയും ചിത്രത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്തിയ പടം ഉണ്ടല്ലോ. അതെ. അപ്പോൾ സതീശൻ അറിവില്ലായ്മയല്ല അത്. ഇത് മുതലാളിമാരെ, സ്വന്തം യജമാനന്മാരെ തൃപ്തിപ്പെടുത്താനുള്ള ഗൂഢതന്ത്രമാണ്. അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. തൽക്കാലം 2 ദിവസത്തേക്ക് ഒരു പത്ര ന്യൂസാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഭയപ്പെടുന്ന വൈസ് ചാൻസലർമാരല്ല ഇവർ. അങ്ങനെയാണെങ്കിൽ അവർ പോവില്ലല്ലോ. ഇല്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ വൈസ് ചാൻസലർ ചിലപ്പോൾ AKG സെൻറ്ററിലോ ഇന്ദിരാഭവനിലോ വിളിച്ച് ചോദിക്കും പോകാമോ എന്ന്. ഇപ്പോൾ അവർ അങ്ങനെ ചെയ്യുന്ന ആളല്ല, തൻ്റെ ഇടമുള്ള നട്ടിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു 20,000 രൂപ ഒരു ലാറ്റിൻ അമേരിക്കൻ ആൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഓൺലൈൻ സ്റ്റോക്ക് നടത്താനായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. 20,000 രൂപ കൊടുക്കേണ്ടതിന് അവർ 20 ലക്ഷം രൂപ കൊടുത്തു. 20 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അപ്പോഴൊന്നും ഈ പരിപാടി അറേഞ്ച് ചെയ്ത അതിൻ്റെ ഡയറക്ടർ അറിയുന്നില്ല ഇത്രയധികം പൈസ പോയിട്ട്. അവസാനം ഞാൻ കേട്ട കഥ ശരിയാണെങ്കിൽ അദ്ദേഹം അവിടെ പോയി സ്ഥലം കാണാൻ പറ്റില്ല, എങ്ങനെയോ ലാറ്റിൻ അമേരിക്കയിൽ പോയി ആളെ നേരിട്ട് കൊണ്ടുപോകുമ്പോൾ ശരി ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചും പോയി. അപ്പോൾ ഡോക്ടർ മോഹൻ കുന്നുമേൽ സാറ് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്നുള്ള വൈസ് ചാൻസലർ ഇൻചാർജാണ്. അദ്ദേഹം ശരിക്കും മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. അദ്ദേഹം ഓർഡർ ഇഷ്യൂ ചെയ്തു ആ പൈസ തിരിച്ച് ഇങ്ങനെ വയ്ക്കണമെന്ന്. എത്ര ലക്ഷം? 16 ലക്ഷത്തിൽ ചില്ലാനും രൂപ. 17 ലക്ഷത്തിന് തൊട്ട് താഴെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വകതിരിവുകളൊക്കെ എതിർക്കുന്ന വൈസ് ചാൻസലർമാർ നട്ടിലുള്ള വൈസ് ചാൻസലർമാരാണ്. അപ്പോൾ അവരിങ്ങനെയെങ്കിലും തളർത്താൻ പറ്റുമോ, മാനസികമായിട്ട് തളർത്താൻ പറ്റുമോ എന്നുള്ള ഒരു വൃഥാശ്രമമാണ് സതീശൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ സ്വന്തം മുതലാളിമാരെ തൃപ്തിപ്പെടുത്താനും. കസേരയിലിരുത്തിയതിൻ്റെ നന്ദി കാണിക്കണ്ടേ? ആ നന്ദി പ്രകടനമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിനപ്പുറം ഒന്നും പറയാനില്ല.